ദുബായിലെ ഏറ്റവും വലിയ സ്കാം എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. എൻ്റെ ഫ്രണ്ട് എന്ന് പറയില്ല, ക്ലയൻറ്റ് എന്ന് പറയാം. ക്ലയൻറ്റ് നടന്നപ്പോഴാണ് എൻ്റെ കൺമുന്നിലാണ് നടന്നത്. ദുബായിൽ കമ്പനി ഉള്ളവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനി ഉണ്ടെങ്കിലും അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് കാണും. ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് AML ഗൈഡ് ലൈൻസ് മാൻഡേറ്ററി ആയിരുന്നു. റാക് ബാങ്കിൻ്റെ AML ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരുന്നു. ഇമെയിലിൽ ചെറിയൊരു സസ്പീഷ്യസ് ആയിരുന്നെങ്കിലും അത് പിന്നെ അദ്ദേഹം എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ റിലേഷൻഷിപ്പ് മാനേജറിനെ വിളിക്കുന്നു. റിലേഷൻഷിപ്പ് മാനേജറിനെ വിളിച്ചപ്പോൾ റിലേഷൻഷിപ്പ് മാനേജർ പറഞ്ഞത് AML ആണ്, നമുക്കറിയാവുന്ന ഇമെയിലാണ്, നിങ്ങളത് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ AML ഗൈഡ് ലൈൻസിന് നമ്മൾ എന്താണോ ആവശ്യം അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. വിത്തിൻ 20 മിനിറ്റ്സ് ഈ ക്ലയൻറ്റിന് ഒരു മെസ്സേജ് വരുവാണ് OTPയുടെ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് റാക് ബാങ്കിൽ നിന്നാണ് ഈ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കമ്പനി നമ്പർ, അതായത് കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ നമ്മുടെ കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും ചേഞ്ചായി. ഇവൻ ഞെട്ടി. ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും ചേഞ്ചായി, ഫോൺ നമ്പറും ചേഞ്ചായി. ഇവൻ ഞെട്ടിപ്പോയിട്ട് പിന്നെ പെട്ടെന്ന് ആ ഇമെയിൽ തപ്പിയപ്പോൾ ആ ഇമെയിലും കാണുന്നില്ല. ആ ബാങ്കുകാർക്ക് അയച്ചു നോക്കിയപ്പോഴത്തേക്ക് ആ ബാങ്കിൽ അയച്ചു കൊടുത്ത ആ ഇമെയിലും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, AML എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ലോഗോ വെച്ച് വരുന്ന ഒരു ഇമെയിലിനെയും എൻ്റർടൈൻ ചെയ്യാൻ പോകരുത്. ഒരിക്കലും ബാങ്ക് നിങ്ങളോട് AML ഗൈഡ് ലൈൻസ് നോക്കുന്നുണ്ടോ എന്നുള്ള ഇമെയിൽസ് നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല. ബിക്കോസ് AML ഈസ് എ ഡിഫറെൻറ്റ് ഓൾ ടുഗെദർ സെക്ഷൻ. അടുത്ത മെസ്സേജും കൂടെ വന്നപ്പോഴത്തേക്ക് ആളുടെ കിളി പോയി. എ ന്യൂ ബെനിഫിഷ്യറി ഹാസ് ബീൻ ക്രിയേറ്റഡ്. ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ റഷ്യക്കാരുടെ പേരും ആ ബെനിഫിഷ്യറിയും. പക്ഷേ ദൈവാധീനം കൊണ്ട് റാക് ബാങ്കിൽ 8 hours കഴിഞ്ഞാൽ മാത്രമേ ആ ബെനിഫിഷ്യറിയിലോട്ട് പൈസ അയക്കാൻ പറ്റൂ. അപ്പം തന്നെ വിളിച്ചിട്ട് ATM കാർഡ്, ബാങ്ക്, ഓൺലൈൻ ബാങ്കിങ് എല്ലാം ഫ്രീസ് ചെയ്തു. ഇനിയിപ്പോൾ അദ്ദേഹം പോയിട്ട് 4-5 ദിവസത്തെ പ്രോസസ്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, AML എന്ന് പറഞ്ഞ സെൻട്രൽ ബാങ്കിൻ്റെ ലോഗോ വെച്ച് വരുന്ന ഒരു ഇമെയിലും ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യാവൂ. ഇത് ഇദ്ദേഹത്തിനും കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ബാങ്കിലുള്ള റിലേഷൻഷിപ്പ് മാനേജർ വരെ ചിലപ്പം അബദ്ധവശാൽ ആൾ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ജെനുവിനായിട്ട് തോന്നി കാണുമായിരിക്കും. ബട്ട് ഇമെയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആ ഇമെയിൽ കാണാനില്ല. അഥവാ ഇദ്ദേഹം ട്രാവലിങ്ങിലോ നൈറ്റിലോ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര മില്യൺസ് ഫണ്ട് ഉണ്ടായിരുന്നു, ആ ഫണ്ടെല്ലാം പോത്തില്ലേ? അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, കമ്പനി അക്കൗണ്ടുള്ള ആൾക്കാർ, എസ്പെഷ്യലി ബാങ്കിങ്ങിൽ, അതിനിപ്പോൾ റാക് ബാങ്ക് ആണെങ്കിലും ഏത് ബാങ്ക് ആണെങ്കിലും നിങ്ങൾ AMLൻ്റെ ഇമെയിൽസ് വരുമ്പോൾ റിപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതേപോലുള്ള GCC അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.